ഇതെല്ലാം ഈ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഷ്യാമ് മൊത്തം എന്താ അവസ്ഥ? ശക്തമായ യുദ്ധങ്ങളിലും പട്ടിണിയിലും ലക്ഷക്കണക്കിന് കുട്ടികളാണല്ലേ സിറിയയിൽ മരിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് ആളുകൾ കുട്ടികൾ യതീമുകളായി തീർന്നു. കണക്കില്ല അതിനൊന്നും. ഒരുപാട് എണ്ണമില്ലാത്ത സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാർ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഈ തരത്തിൽ പട്ടിണിയിലും പരിവട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇതേ അവസ്ഥയാണ് യമനിലുള്ളത്, മ്യാൻമറിലുള്ളത്, ഫലസ്തീനിലുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ നാടായിട്ടുള്ള കാശ്മീരിലുള്ളത് അല്ലേ. എല്ലാ നാടുകളും ഇന്നത്തെ സൊമാലിയയിൽ എന്താ അവസ്ഥ? സൊമാലിയ 50 വർഷം മുമ്പ് സൗദിയിലേക്ക് അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു? സൗദിയിലുള്ള പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ട് ഫണ്ടുകൾ അയക്കാറുണ്ടായിരുന്നു. ഒരുപാട് അരികളും സാമാനങ്ങളും അങ്ങോട്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ടണ്ണുകൾ കണക്കെ അയക്കാറുണ്ടായിരുന്നു സോമാലിയയിലുള്ള മുസ്ലിമീങ്ങൾ. ഇന്ന് അവിടുത്തെ അവസ്ഥ എന്താണ്? മറ്റ് ആഫ്രിക്കയിലുള്ള മുസ്ലിം രാജ്യങ്ങളായിട്ടുള്ള മൗറിറ്റാനിയ ആണെങ്കിലും, അതുപോലെ തന്നെ സെനഗലല്ല നമ്മളെ ടാൻസാനിയ, അതുപോലെ തന്നെ സെനഗൽ മുസ്ലിം രാജ്യമാണ്. അവിടുത്തെ അവസ്ഥ എന്താണ്? അങ്ങേയറ്റം പട്ടിണിയും പ്രയാസങ്ങളും തന്നെയാണ്. അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇപ്പോ ഇറാഖില് എന്താ പറയാ, ഷിയകൾ അവിടെ അധിനിവേശം നടത്തുകയും അവിടെ ഈ തരത്തിൽ ഒരുപാട് മൽജറകളും പട്ടിണിയും എല്ലാം വന്ന സമയത്ത് ഇറാഖിലെ മുസ്ലിമീങ്ങൾ അവരുടെ ചുമരുകൾ എഴുതി വെച്ചത് എന്താണ്? മതിലുകളൊക്കെ എഴുതി വെച്ചത് ഉമർ അൽ ഫാറൂഖ് ഹല്ലക ഉദകം, ഉമർ അൽ ഫാറൂഖ് താങ്കൾക്കൊരു മടക്കമുണ്ടോ? ഫഇന്ന കിലാബ അൽ ഫുർസി തൻഹ വതഅമുറു. കാരണം പേർഷ്യയിലെ പട്ടികൾ കൽപ്പിക്കാനും വിലക്കാനും ഞങ്ങളുടെ മേലെ അധികാരം ചെലുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ തരത്തിലാണ് ഷാമിൽ എഴുതപ്പെട്ടിട്ടുള്ളത്, ഫലസ്തീനിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും ആഗ്രഹിക്കുന്ന പട്ടിണി കിടക്കുന്ന മുസ്ലിമീങ്ങൾ, അതുപോലെ തന്നെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ എല്ലാവരും ഉമറിന്റെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ എന്നെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഉമറിന്റെ കാലത്ത് സംഭവിച്ച വലിയൊരു വിപത്താണെന്ത്? താഊൻ. ഷാമില് വലിയ താഊൻ ഉണ്ടായിട്ടുണ്ട്. അത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടത് അന്നാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതില് ഒരുപാട് ആളുകൾ മരണപ്പെടുകയുണ്ടായി. ആ സമയത്തെല്ലാം തന്നെ ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ നിലപാടുകളും മുസ്ലിമീങ്ങൾക്ക് വലിയ റഹ്മത്തായി തരികയുണ്ടായിട്ടുണ്ട്. ശരി, മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ചരിത്രത്തിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന അദ്ദേഹത്തിന്റെ ചില വചനങ്ങൾ, അത് മാത്രം പറയണമെന്ന് നിർത്താം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽപ്പെട്ടതാണ്, ഇന്നാ കുന്ന അദല്ല ഖൗമിൻ ഖബ്ല അൽ-ഇസ്ലാം വഅഅസ്സന അല്ലാഹു ബിൽ-ഇസ്ലാം ഫമഹ്മാ ഇബ്തഗൈന അൽ-ഇസ്സത ബിഗൈരി മാ അഅസ്സന അല്ലാഹു അദല്ലന അല്ലാഹ്. നമ്മൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഏറ്റവും നിന്ദ്യരായിട്ടുള്ള സമൂഹമായിരുന്നു അല്ലേ? അന്നത്തെ അറബികളുടെ കാര്യത്തില്, അന്നത്തെ അറബികൾ എന്ന് പറഞ്ഞാല് അവരോട് ശത്രു രാജ്യങ്ങൾ ആരും യുദ്ധം ചെയ്തിട്ടില്ല. കാരണം ആ രാജ്യം ആർക്കും വേണ്ട. അത് അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരം, അതേപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി ഒന്നും മുളയ്ക്കാത്ത മക്കയുടെ അവസ്ഥ എന്താണ്? അവിടെ കൃഷികൾ നടക്കൂ, ആകെ ഒരു ഈത്തപ്പഴം നടക്കുള്ളൂ. അങ്ങനത്തെ ചില കൃഷികൾ മാത്രമേ നടക്കുള്ളൂ. ഈ തരത്തിലുള്ള ഒന്നിനും കൊള്ളാത്തൊരു സ്ഥലമായിട്ടാണ് അന്നത്തെ റോമ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും അതുപോലെ തന്നെ ബഹ്റൈനിലെ സാമ്രാജ്യവും അതുപോലെ തന്നെ എത്യോപ്യയിലുള്ള ആളുകളും എല്ലാവരും കരുതിയിരുന്നു. അതുകൊണ്ട് ആർക്കും അതാ വേണ്ടാത്ത അവസ്ഥയാണുള്ളത്. നിന്ദ്യരായിട്ടുള്ള ആളുകളായിരുന്നു അവര്. നമുക്ക് അള്ളാഹു പ്രതാപം നൽകിയത് എന്തുകൊണ്ടാണ്? ഇസ്ലാം കൊണ്ടാണ് പ്രതാപം നൽകിയിട്ടുള്ളത്. ആ ഇസ്ലാമിലൂടെ അല്ലാതെ നമ്മൾ പ്രതാപം അന്വേഷിച്ചു കഴിഞ്ഞാല് അള്ളാഹു നമ്മെ എന്താക്കി തീർക്കും? നിന്ദ്യരാക്കി തീർക്കും.
KL18P 929201 എന്ന് പറയുന്ന വണ്ടി ഒന്ന് മാറ്റണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, അപ്പോ ഇത് ഈ കാര്യം പറയാനുള്ള പശ്ചാത്തലം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയി. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഹാറൂനുർ റഷീദ് പറഞ്ഞതുപോലെയാണ്. ഒരു ദിവസം മഴ വന്ന സമയത്ത് അദ്ദേഹം പറയാണ്, യാ സമാ അംതരി കൈഫ ശിഅതി, നിനക്ക് ഇഷ്ടം പോലെ നീ എന്ത് ചെയ്തോളൂ, മഴ പെയ്തോളൂ, നിനക്ക് എവിടെ ഇഷ്ടമുള്ള സ്ഥലത്ത് നീ മഴ പെയ്തോളൂ, ആ സ്ഥലങ്ങളിലുള്ള മുഴുവൻ ഹറാജുകൾ എന്താണ് കൊട്ടാരത്തിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്നുള്ള മുഴുവൻ എന്താ പറയാ ശേഖരിക്കുന്ന സമ്പത്തുകൾ എന്റെ കൊട്ടാരത്തിലേക്ക് എത്തുമെന്നാണ്. അതേപോലെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ അവസ്ഥ. ലോകത്തിലെ വലിയ എന്താ പറയാ ഭൂരിഭാഗം സ്ഥലങ്ങളും ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന് കീഴിൽ ഉണ്ടായിരുന്നു അല്ലെ. അവിടെയൊക്കെ അപ്പൊ ആ സമയത്ത് അത്രയും ഉന്നതമായ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഷാമിലേക്ക് പോവുകയാണ്. ഷാമിലേക്ക് പോയിട്ട് അവിടെ കൂടുതലും നസ്രാണികളാണുള്ളത്, നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഷാമിലേക്ക് ഇറങ്ങി വലിയ അവിടുത്തെ കാരണവന്മാരും അമീറന്മാരും ഗവർണർമാരും പൗരപ്രമുഖന്മാരും ഉമർ റളിയല്ലാഹുവിനെ സ്വീകരിക്കാൻ വേണ്ടി വരികയാണ്. ഉമർ റളിയല്ലാഹു തന്റെ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി തന്റെ ചെരുപ്പ് ഊരിയിട്ട് തോളിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, കുതിരയെ മുക്കയറി പിടിച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. അവർ കണ്ടിട്ട് എന്ത് ചെയ്യാണ്, അത്ഭുതപ്പെട്ടു പോയി. ഇത് കണ്ട അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, താങ്കൾ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ ആളുകൾ എന്ത് ചെയ്യും, നസ്രാണികളെ നിങ്ങൾ വില കുറച്ച് കാണുമെന്ന് പറഞ്ഞു. ചെരുപ്പിങ്ങനെ തൊക്കിൽ വെക്കുകയാണ്. വില കുറഞ്ഞ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിലൊക്കെ ഒരുപാട് എന്താ പറയാ തുന്നലുകൾ, ഒരുപാട് കീറലുകളും ആ ഭാഗത്ത് തുന്നലുകളും ഉണ്ടായിരുന്നു. 18 തുന്നലുകളൊക്കെ ഒരു മൊത്തം അദ്ദേഹത്തിന്റെ കമീസിലായിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നമ്മൾ ഏറ്റവും നിന്ദരായ ആയിരുന്നു. നമുക്ക് അള്ളാഹു പ്രതാപം നൽകിയത് ഈ ഇസ്ലാമിലൂടെ മാത്രമാണ്. ആ ഇസ്ലാമിലൂടെ അല്ലാതെ നമ്മൾ പ്രതാപം അന്വേഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ നിന്ദിക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ നോക്കിയാൽ മാത്രം ഈ ഒരു വചനത്തിന്റെ അർത്ഥവും വ്യാപ്തിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് മുസ്ലിമീങ്ങൾ നമ്മളെല്ലാ എന്താ പറയുന്ന എല്ലാ നാടുകളിലും മുസ്ലിമീങ്ങൾ നിന്നതയിലാണ്. അവര് പ്രതാപം അന്വേഷിക്കുന്നതിലാണ്. ഇവിടെ ഒരുപാട് സംഘടനകൾ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ സംഘടനകളല്ല എന്താ പറയാ ട്രസ്റ്റുകളൊക്കെ. വിദ്യാഭ്യാസം, മുസ്ലിമീങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുക. അങ്ങനെ വിദ്യാഭ്യാസം കൊടുത്താലാണ് എന്ത് ചെയ്യുക, മുസ്ലിമീങ്ങൾ പ്രതാപത്തിലേക്ക് വരിക. വേറെ ചില ആളുകൾ പറയുന്നത് എന്താണ്, മുസ്ലിമീങ്ങൾ സാമ്പത്തികമായി ഉന്നമനം നേടേണ്ടതുണ്ട്, എന്നാൽ അതെന്ത് ചെയ്യുക, മറ്റ് ഒരുപാട് നിലനിൽക്കുന്ന കമ്പനികൾ ഒരുപാട് അതിലൊക്കെ എന്താ പറയാ മത്സരിച്ചുകൊണ്ട് സമ്പത്ത് നേടിയെടുക്കണം. മറ്റു ചില ആളുകൾ പറയുന്ന എന്താണ്, ഇവിടെയുള്ള എന്താ പറയാ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അവിടെ എന്താണ് അധികാരത്തിൽ കയറാൻ എന്ത് വഴിയും സ്വീകരിച്ച് എന്ത് ചെയ്യണം, അധികാരത്തിൽ കയറണം, വോട്ടുണ്ടാക്കണം, അതിന് എന്താ പറയാ തെമ്മാടിത്തരം ചെയ്താലും വേണ്ടിയില്ല. അങ്ങനെ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം, ന്യൂനപക്ഷത്തിന്റെ എന്താ പറയാ ഔദാര്യത്തിന് വേണ്ടി കൈനീട്ടണം, എങ്കിൽ മാത്രമേ നീട്ടാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് എന്താ പറയാ കുറച്ചെങ്കിലും പ്രതാപം വരുള്ളൂ എന്നാണ്. ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടി വന്നതുകൊണ്ട് മാത്രം കുറച്ച് എന്താ പറയാ പ്രതാപം മുസ്ലിമീങ്ങൾക്കുണ്ട് എന്നുള്ളത്. ഇങ്ങനെ ഈ തരത്തിൽ പല ചിന്താഗതികളാണ് ആളുകൾക്കുള്ളത്. മാത്രമല്ല മുസ്ലിമീങ്ങളുടെ ഈ ഡ്രസ്സിങ്ങിന്റെ രീതി, ഈ ഇങ്ങനെ എന്താ പറയാ നീളമുള്ള വസ്ത്രവും തൊപ്പിയും താടി ഇതൊക്കെ മാറ്റിയിട്ട് ഒരെന്താ പറയാ ക്രിസ്ത്യൻ മിഷണറിമാരെ പോലെ എന്താ പറയാ നല്ല എന്താ പറയാ ട്രിം ചെയ്ത് താടിയും ഇൻഷേർട്ട് ആക്കിയിട്ടുള്ള എന്താ പറയാ ഡ്രസ്സിംഗ് ഒക്കെ ആയിട്ട് ആളുകളിലേക്ക് എന്ത് ചെയ്യണം, പോകണം. എന്നിട്ട് അവരെന്ത് ചെയ്യണം, ഈ തരത്തിലുള്ള സംസ്കാരം മൊത്തം നമ്മുടെ വസ്ത്രധാരണ രീതിയും ഇതൊക്കെ മാറിയാൽ മാത്രമേ മുസ്ലിമീങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഇസ്സത്ത് കിട്ടുള്ളൂ. ഈ തരത്തിലുള്ള ദഅവത്തുകളാണ് നാനാഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതാണ് മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മുസ്ലിമീങ്ങൾ നിന്ദിത വരുന്നത്.
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകിയ മാർഗത്തിലൂടെ അല്ലാതെ നമ്മൾ ഇസ്സത്ത് തേടിയാൽ നമ്മെ അള്ളാഹു നിന്ദിക്കാണ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് മുസ്ലിമീങ്ങൾക്ക് വന്നിട്ടുള്ള വിപത്ത്. ഞാനിപ്പോ അടുത്ത് ഒരു പ്രസംഗം കേട്ടു. തൗഹീദിന്റെ ആളാണെന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് പറയുന്നത്. ഒരു പള്ളിയിൽ വെച്ച് റമദാൻ മാസത്തിലാണ് പറയുന്നത്, കോഴിക്കോടും പല ഭാഗങ്ങളിലും മറ്റു കേരളത്തിന്റെ പല ഭാഗങ്ങളും മുസ്ലിമീങ്ങളിൽപ്പെട്ട സാഹിത്യകാരന്മാരും സിനിമാ പ്രവർത്തകന്മാരും അതുപോലെ രാഷ്ട്രീയത്തിന്റെ ആളുകളൊക്കെ ഇസ്ലാമിനെ മടുത്ത് ഒരു നോൺ റിലീജിയസ് കമ്മ്യൂണിറ്റി രൂപം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിലൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ മതങ്ങളുടെ ആവശ്യമില്ല. മതങ്ങളൊക്കെ ഒരു കാടത്തവും അതുപോലെ തന്നെ വെറും മുരടിപ്പ് മാത്രമാണ്. അങ്ങനെ ഒരു പ്രബോധന പ്രവർത്തനം കോഴിക്കോടൊക്കെ പ്രത്യേകിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ ഈ തരത്തിൽ സാഹിത്യകാരന്മാരും സിനിമാ നടന്മാരും കച്ചവടക്കാരും രാഷ്ട്രീയക്കാരൊക്കെയാണുള്ളത്. അതുകൊണ്ട് ഇയാൾ പറയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ആളുകൾ പോകാനുള്ള കാരണം? ഇസ്ലാമിന് ഇതിനൊന്നും സാധ്യതയില്ല എന്ന് അവർ വിചാരിച്ചിട്ടാണ്. ഇസ്ലാമിന് ഇതൊക്കെ സാധ്യതയുണ്ട്. ഇസ്ലാമിന് സിനിമ പറ്റും, മ്യൂസിക് പറ്റും, ഇസ്ലാമില് സാഹിത്യം പറ്റും. ഈ പറയപ്പെട്ട എല്ലാ തോന്നിവാസങ്ങളും ഇസ്ലാമിൽ ഉണ്ട് എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൽ കിട്ടുമല്ലോ, പിന്നെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. ഇസ്ലാമിന്റെ ഈ നിലനിൽക്കുന്ന ഈ വരണ്ട ഈ ഒരു സംസ്കാരം നമ്മൾ മാറ്റണം. എന്നിട്ടൊരു നമ്മുടെ ഡ്രസ് കോഡ് ആണെങ്കിലും നമ്മളുടെ ഈ തരത്തിലെ രീതികളൊക്കെ മാറ്റിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആളുകൾ ഇസ്ലാം എന്ന് പുറത്തു പോകാതെ ഉറച്ചു നിൽക്കുകയുള്ളൂ, മറ്റുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും ചെയ്യുള്ളൂ എന്നാണ് ആൾ പറയുന്നത്. ഇതെല്ലാം അയാളുടെ സംസാരം ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന സംസാരങ്ങളാണത്. അപ്പൊ നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദർറത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്, ഉമർ റളിയല്ലാഹു അൻഹു പടി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അവരൊക്കെ സബീഖ് ബിൻ അസ്ലിനെ രോഗം മാറ്റിയത് പോലും മാറ്റി കൊടുക്കുമായിരുന്നു. ശരി, അപ്പൊ മുസ്ലിമീങ്ങൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങണം. നമ്മുടെ അഖീദ നന്നാക്കണം. ഒന്നാമത്തത് അഖീദ എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണത്. അള്ളാഹുവിലേക്ക് മാത്രം തവക്കുലാക്കുക. അള്ളാഹുവിലേക്ക് നമ്മുടെ രഹസ്യവും പരസ്യവും അള്ളാഹുവിലേക്ക് മാത്രം അർപ്പിക്കണം. ഈ തരത്തിൽ നമ്മുടെ വിശ്വാസപരമായും അതുപോലെ അമലിയായിട്ടും എല്ലാ തരത്തിലും 100% ഇസ്ലാമിലേക്ക് മടങ്ങിയാൽ മാത്രമാണ് അള്ളാഹു ഇസ്സത്ത് തരുന്നത്. ഇവിടെ നമ്മള് ഇപ്പോ അമേരിക്കയിലെ ചില ചാനലുകൾ, ഇപ്പോൾ CNN പോലുള്ള ചാനലുകൾ, അവിടെ ഉണ്ടാകും ഈ മുസ്ലിം നാടുകളായിട്ടുള്ള മൊറോക്കോയിൽ നിന്നും ടുണീഷ്യ അതുപോലെ ഈജിപ്തിൽ നിന്നൊക്കെ പോയിട്ടുള്ള ചില ഇസ്ലാമിനെ മടുത്തിട്ട് അവിടത്തേക്ക് ഹിജ്റ പോയിട്ടുള്ള, അമേരിക്കയിലേക്കും UK-യിലൊക്കെ ഹിജ്റ പോയിട്ടുള്ള ആളുകൾ, എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഇസ്ലാമിന്റെ വസ്ത്രധാരണ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി, അതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളെയും വിമർശിച്ചുകൊണ്ട്, ചേലാകർമ്മം അങ്ങനത്തെ പല കാര്യങ്ങളും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. എന്നാൽ അത്ഭുതകരമായ സംഗതി എന്താണ്? അവരെ എതിർക്കുന്നത് ആ ചാനലുകളിലും മറ്റു പുറത്തുമായി അവർക്ക് ശക്തമായി മറുപടികൾ കൊടുക്കുന്നത് ആര് തന്നെയാണ്? അമേരിക്കയിലും അതുപോലെ തന്നെ ആ യൂറോപ്യൻ നാടുകളിലും ഒക്കെ പാശ്ചാത്യ നാടുകളിൽ നിന്ന് എല്ലാ ഭൗതികപരമായ സുഖങ്ങളും ആസ്വദിച്ച് എല്ലാം അനുഭവിച്ച് A to Z ദുനിയാവ് ടേസ്റ്റ് ചെയ്ത്, പക്ഷെ ഇതിലൊന്നും തന്നെ സൗഭാഗ്യം ഇതിലൊന്നും തന്നെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട്, നേരത്തെ യുക്തിവാദികളായിരുന്ന നസ്രാനികളായിരുന്ന മറ്റ് മതക്കാരായിരുന്ന ആളുകൾ എന്ത് ചെയ്യാണ്, പിന്നീട് ഈ ആളുകൾക്ക് മുസ്ലിമീങ്ങളായി പറഞ്ഞിട്ട് പിന്നെ ഇസ്ലാമിനെതിരെ പണിയെടുക്കുന്ന ആളുകൾക്ക്, നേരത്തെ പറഞ്ഞ ആളെപ്പോലുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കുന്ന ആരാണ്? അവിടെ നിന്നും ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്. അപ്പൊ അത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ആ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അൻതും ബിഅതും ദീനക്കും, മുസ്ലിം നാടുകളിലുള്ള ആളുകളോട് നിങ്ങൾ നിങ്ങളുടെ ദീന് വിൽക്കുകയും ഞങ്ങളത് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ഏറ്റവും വില കൂടിയ അത് കൊടുത്തിട്ട് ഞങ്ങളത് വാങ്ങിക്കുകയാണ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അപ്പോ അത്ഭുതകരമായ സംഗതിയാണ്.
ശരി, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽ മറ്റൊരു വചനമാണെന്ത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽപ്പെട്ടതാണ് ലാ ഉദ്നീഹിം ഇദ് അഖ്സാഹുമുല്ലാഹ് വലാ ഉഇസ്സുഹും ഇദ് അദല്ലഹുമുല്ലാഹ്. ഞാൻ അവരെ അടുപ്പിക്കുകയില്ല. അള്ളാഹു അവരെ അകറ്റി അള്ളാഹു അവരെ അകറ്റിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നീട് ഞാൻ അവരെ അടുപ്പിക്കുകയില്ല. അതേപോലെ തന്നെ അവർക്ക് അള്ളാഹു നിന്ദിത കൊടുത്തിട്ടുണ്ട്. ആ അള്ളാഹു നിന്ദിത കൊടുത്ത ആൾക്ക് ഞാൻ ഒരിക്കലും പ്രതാപം നൽകുകയില്ല എന്ന്. ഈ വചനം പറയാനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഷാമില് ഗവർണറായ അബൂ മുസൽ അശാരി കണക്കുകാരനായിട്ട്, ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ഒരു നസ്രാനിയെ നിയമിക്കുന്ന പശ്ചാത്തലത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ശക്തമായി വിലക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഒരു നസ്രാനി മുസ്ലിമീങ്ങളെ കീഴിൽ ജോലി ചെയ്യാണ്. എന്താണ് പറയുന്നത്? ലാ ഉദ്നീഹിം, ഞാൻ അവരെ അടുപ്പിക്കുകയില്ല. ഇത് അഖ്സാഹുമുല്ലാഹ്, അള്ളാഹു അവരെ അകറ്റി കളഞ്ഞിട്ടുണ്ട്. വലാ ഉഇസ്സുഹും ഇദ് അദല്ലഹുമുല്ലാഹ്, അവർക്ക് ഞാൻ ഒരു ബഹുമാനവോ ആദരവോ കൽപ്പിക്കുകയില്ല, കാരണം അള്ളാഹു അവരെ നിയമിച്ചിട്ടുണ്ട് എന്ന്. ഈ തരത്തിൽ നമ്മൾ ഇസ്ലാമിന്റെ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കള്, അവരോട് സ്വീകരിക്കേണ്ട നിലപാട്, അവർക്ക് സഹായങ്ങൾ ചെയ്യാം, ഉപകാരങ്ങൾ ചെയ്യാം, പക്ഷേ സ്നേഹിക്കാൻ പാടില്ല. ഹൃദയം കൊണ്ട് സ്നേഹിക്കൽ ഹറാമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമ്മളൊരാളുടെ മകള് എത്ര പ്രിയപ്പെട്ടവരായിരിക്കും, ഒരാളുടെ മകളെ എത്ര സ്നേഹിക്കുന്നുണ്ടാകും. ആ മകളെ ഒരാൾ എന്ത് ചെയ്യാണ്? ബലാത്സംഗം ചെയ്യാണ്, അല്ലെങ്കിൽ ഒന്നിലേറെ ആളുകൾ എന്നിട്ട് പിച്ച് ചീന്തിയിട്ട് എന്ത് ചെയ്യാണ്? കൊല ചെയ്ത് നഗ്നമായ തരത്തിൽ റോട്ടിലേക്ക് വലിച്ചെറിയുകയാണ്, ആളുകൾ കാണുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിയുകയാണ്. അയാളെ ഇവരെ സ്നേഹിക്കാണോ ചെയ്യുക? ആ ഉപ്പ സ്നേഹിക്കാണോ ചെയ്യുക? ഇവർക്കാണോ ചെയ്യുക? അയാളെ പോയിട്ട് ബ്രദർ എന്ന് വിളിക്കാണോ ചെയ്യുക? എന്നിട്ട് ആദരിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യാണോ ചെയ്യുക? ഒരിക്കലും അല്ല. അയാളുടെ വലിയ ശത്രുവായിട്ടാണ് എന്ത് ചെയ്യുക? ആ പിതാവ് എന്ത് ചെയ്യുക? ഗണിക്കുക. ആ പിതാവ് മാത്രമല്ല, ആ വാർത്ത അറിഞ്ഞിട്ടുള്ള എല്ലാവരും അല്ലേ. എന്നാലോ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പൊറുക്കപ്പെടുന്ന പാപം തന്നെയാണ്. തൗബ ചെയ്താൽ പൊറുക്കുന്ന പാപം മാത്രമാണ്. അത് ചെയ്താൽ നരകത്തിൽ ശാശ്വതമായ നരകശിക്ഷ ലഭിക്കപ്പെടുന്ന സംഗതിയേ അല്ലാതെ. അതിനെ നമ്മൾ അത്രമാത്രം വെറുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുന്ന, അള്ളാഹുവിനെയും റസൂലിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന, അവരെ അവരെ ധിക്കരിക്കുന്ന, അവരെ തെറി വിളിക്കുന്ന ആളുകളോട് എന്താ ചെയ്യേണ്ടത്? ഇഷ്ടപ്പെടാണോ വേണ്ടത്? അവരെ അടുപ്പിക്കുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല. അകറ്റി നിർത്തുകയാണ് വേണ്ടത്, അവരെ വെറുക്കുകയാണ് വേണ്ടത്. മാനസികമായ സ്നേഹം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് അവകാശപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളോട് പ്രകൃതിപരമായ സ്നേഹങ്ങൾ, ഉദാഹരണമായിട്ട് ജ്യേഷ്ഠൻ കാഫിറായ ഒരു അമുസ്ലിമായ ഒരു ജ്യേഷ്ഠനോട് അനിയനായിട്ടുള്ള ഒരു മുസ്ലിമിന് പ്രകൃതിപരമായ ഒരു സ്നേഹം ഉണ്ടാകും. അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും മുസ്ലിമാണ്, ഭാര്യ അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു സ്ത്രീയാണ്, അവരോട് സ്വാഭാവികമായിട്ടൊരു സ്നേഹം ഉണ്ടാകും. അത് തെറ്റല്ല. ഈ തരത്തിൽ ധാരാളം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വചനങ്ങളിൽ പെടുന്ന ഒരുപാട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സഹീഹ് ബുഖാരിയിൽ സ്ഥിരപ്പെട്ടതാണ്, തൻഖുദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ. ഇസ്ലാമിന്റെ പാശം, കയറ് പിരിപിരിയായി അഴിഞ്ഞു പോകും ഇസ്ലാമിൽ ജാഹിലിയത്ത് അറിഞ്ഞുകൂടാത്ത ഒരാൾ വളർന്നു വന്നു കഴിഞ്ഞാൽ. വളരെയധികം നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണ്. ഇന്നത്തെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അറബ് രാജ്യങ്ങൾ, ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള, അതുപോലെ തന്നെ ഏഷ്യയിലൊക്കെ പെടുന്ന ധാരാളം മുസ്ലിം രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ ദീനീ നിഷേധത്തിന്റെ, യുക്തിവാദത്തിന്റെ, അതിന്റെ വളർച്ചയുടെ കണക്കെടുപ്പ് എന്ന് പറഞ്ഞാല് 10% ആളുകൾ ആ രാജ്യങ്ങളിൽ യുക്തിവാദികളാണ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ പോലും പറയപ്പെടുന്നത്
5% മാത്രമാണ്, അല്ലെങ്കിൽ 5-6% മാത്രം ഇന്ത്യയിൽ പോലും എന്തുള്ളൂ, യുക്തിവാദികളുള്ളൂ എന്നാണ്. ആ നാടുകളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ അവിടെ 10% അതിലേറെ യുക്തിവാദികൾ ഇന്ന് വളർച്ച എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനൊക്കെയുള്ള കാരണം എന്താണ്? ഇസ്ലാം വലിച്ചെറിഞ്ഞിട്ട് ഈ കുഫാറുകളുടെ രാജ്യങ്ങളിലേക്ക് ഹിജ്റ പോവുകയാണ്, അവിടുത്തെ പൗരത്വം സ്വീകരിക്കുകയാണ്, എന്നിട്ട് ഹിജാബ് വലിച്ചെറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ വസ്ത്രധാരണം സ്വീകരിക്കാൻ. ഇതെല്ലാം എന്താണ്? ജാഹിലിയത്ത് അറിഞ്ഞൂടാ. അവരനുഭവിക്കുന്ന, ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ, പീഡനങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ നമ്മളുടെ ഒളിമ്പിക്സിൽ ഒരുപാട് മെഡൽ കിട്ടിയ ആളാണ് ആര്? ഫെലിപ്സ്. ഫെലിപ്സ് അല്ലേ, എന്താണ് അതിൽ പേര്? ഫെലിപ്സ്. അദ്ദേഹം പറയുന്നത് എന്താണ്? എത്രയോ മെഡലുകൾ അദ്ദേഹം കിട്ടി, ഒരുപാട് രാജ്യങ്ങൾക്ക് പോലും കിട്ടാത്ത മെഡലുകൾ അദ്ദേഹം കിട്ടി. പറയുന്നത് എന്താണ്? ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സഹാദത്ത്, സൗഭാഗ്യം എന്താണ്, സമാധാനം എന്തെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അനുഭവിച്ചിട്ട് പോലുമില്ല എന്ന്. ഈ തരത്തിൽ ഒരുപാട് എന്താ പറയുക, ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള യുക്തിവാദികളായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതകാലത്ത് പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് നമുക്കറിയുന്ന ഒരുപാട് ആളുകൾ അവരുടെ മരിക്കുന്ന സമയത്ത്, ഞാൻ ദൗർഭാഗ്യവാനായിട്ട്, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും, ഒരു നിമിഷം പോലും സമാധാനം അനുഭവിക്കാതെയാണ് മരിക്കുന്നതെന്നാണ് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഈ ആളുകൾ അങ്ങോട്ട് പോകുന്നത് എന്താണ്? ഇസ്ലാമിന്റെ, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാത്തത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്, ഈ ദുനിയാവിൽ സ്വർഗമുണ്ട്. ആ സ്വർഗം എന്താണ്? ഒരു മുഅ്മിന്റെ ഹൃദയമാണ്. ആ സ്വർഗത്തിൽ പ്രവേശിച്ച ആൾക്ക് മാത്രമാണ് ആഖിറത്തിൽ യഥാർത്ഥത്തിൽ സ്വർഗം ലഭിക്കുകയുള്ളൂ. അത് അപൂർവം മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് എന്ത് ലഭിക്കുന്നത്? ആ സ്വർഗത്തിൽ ആ ഒരു ഹൃദയം ലഭിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്, മാ ശമംതു ലഹും റായിഹ, അങ്ങനെയുള്ള ആളുടെ മണം പോലും ഞാൻ കേട്ടിട്ടില്ല എന്ന്. അങ്ങനെയുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ത്? ഈമാനുന്റെ മാധുര്യം ആസ്വദിച്ച, ദുനിയാവിൽ സ്വർഗീയമായ ജീവിതം നയിച്ചിട്ടുള്ള ആളുകൾ. ശരി, ഇനിയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഖ്വാലുഹുൽ ഖാലിദ ഒരുപാടുണ്ട്. ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് നമുക്കറിയാം. അബൂ ലുഅൽ മജൂസി അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരിക്കാൻ കുത്തുകയാണ്. അദ്ദേഹം അതിനു മുമ്പ് ചെയ്ത ഹജ്ജിൽ അദ്ദേഹം ദുആ ചെയ്യുന്നുണ്ട്, എന്റെ പ്രായം അധികരിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഖദ് കബറത് സിന്നി വദഅഫത് ജിസ്മി, എന്റെ ശരീരം ദുർബലമായിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ നിന്നിലേക്ക് സ്വീകരിക്കണമെന്ന് അദ്ദേഹം ദുആ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം എപ്പോഴും ദുആ ചെയ്യാറുള്ള കാര്യമായിരുന്നു, അല്ലാഹുമ്മ ജഅൽ മൗതി ഷഹാദതൻ ഫീ സബീലിക് വജഅൽഹു ഫീ ബൽദതി റസൂലിക്, നിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വമായിരിക്കണം അത് എന്റെ മരണം. മാത്രമല്ല നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ച്, മദീനയിൽ വെച്ചായിരിക്കുകയും വേണമെന്നാണ്. ആ തരത്തിൽ മദീനയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. മാത്രമല്ല മജൂസികൾ അഥവാ ഷിയകളുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ശത്രു ഉണ്ടെങ്കിൽ പോലും ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള ശത്രു അവർക്കില്ല. കാരണം ഒരുപാട് കാരണങ്ങൾ അവർക്കുണ്ട്. ഒന്നാമതായിട്ട് അവർ പറയുന്ന, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് ഇബ്നു സിന വ്യഭിചാര സന്ധിതയാണെന്ന്. ഈ വംശപരമ്പരയുമായി ബന്ധപ്പെടുന്ന ചരിത്രകാരൻ മുഴുവൻ ഏകോപിച്ചുള്ള കാര്യമാണത്. ഉമർ റളിയല്ലാഹു അൻഹു വംശപരമ്പര ഖുറൈശികളിലേക്ക് എത്തിച്ചേർന്ന ഏറ്റവും ഖാഹിറായിട്ടുള്ള വംശപരമ്പരയാണെന്നുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു രോഗമുണ്ടായിരുന്നു. ആ രോഗം പുരുഷന്മാരുടെ മനിയ കൊണ്ട് മാത്രം മാറുന്ന ഒരു രോഗം അദ്ദേഹത്തിന്റെ ദുബറിലുണ്ടായിരുന്നു. ഈ തരത്തിൽ വളരെ മ്ലേച്ഛമായ ധാരാളം ആരോപണങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ആരോപിക്കുന്നുണ്ട്, ഷിയകൾ ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മകളെ ജീവനോട് കുഴിച്ചുമൂടി. നമ്മുടെ നാടുകളിൽ നമ്മുടെ തൗഹീദിന്റെ ആളുകൾ പോലും പറഞ്ഞു നടക്കുന്ന ഒരു വിഷയമാണത്. സത്യത്തിൽ അത് ഷിയകളുടെ നേതാവായിട്ടുള്ള പിൽക്കാലക്കാരനായ നുഅ്മാൻ അൽ ജസായിരിയുടെ ഗ്രന്ഥത്തിൽ മാത്രമല്ല, അൻവാറുൽ ജസായിരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, അൻവാറുൽ നുഅ്മാനി എന്ന ഗ്രന്ഥത്തിൽ ആദ്യമായി അത് വന്നിട്ടുള്ളത്. ഉമർ ബനു അദി ഗോത്രത്തിൽ
ചരിത്രത്തിൽ ഒരിക്കലും ആ ഗോത്രത്തിൽ ആരും എന്ത് ചെയ്തിട്ടില്ല, ജീവനോട് കുഴിച്ചു മൂടുക എന്നുള്ള ഒരു രീതി അവർക്ക് ഉണ്ടായിരുന്നില്ല. മറിച്ച് മറ്റ് ഗോത്രങ്ങളിലായിരുന്നു അതുണ്ടായിരുന്നത്. മാത്രമല്ല ഉമർ റളിയല്ലാഹുവിന്റെ ഏറ്റവും മൂത്ത മകൾ ആരാണ്? ഹഫ്സയാണ്. ഹഫ്സയെ കുഴിച്ചു മൂടിയിട്ടില്ല, ജാഹിലിയത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള മകളാണ്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹുവിന്റെ സഹോദരിയാണ്, മൂത്ത സഹോദരിയാണ് ആര്? ഫാത്തിമ ബിൻത് അൽ ഖത്താബ് റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് മറ്റു ധാരാളം പെൺമക്കൾ ഉണ്ടായിരുന്നു. അവരാരും കുഴിച്ചു മൂടിയിട്ടില്ല. മറിച്ച് അത് കുഴിച്ചു മൂടുന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ തന്നെ, അതിനുള്ള വിലക്കുകൾ ഉദ്ധരിക്കുന്നത് തന്നെ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉദ്ധരിക്കുന്നത് ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട സൂചന ഉണ്ടെങ്കിൽ പോലും ഹദീസുകൾ വിശദമായി വന്നിട്ടുണ്ട്. ശരി, അപ്പൊ ഈ തരത്തിലുള്ള ധാരാളം ആരോപണങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു കള്ളുകുടിയനായിരുന്നു, അതുപോലെ തന്നെ വടിക്കൊള്ളക്കാരനായിരുന്നു, എല്ലാം ഷിയകൾ ആരോപിച്ചുള്ള കാര്യം മാത്രമാണ് പിൽക്കാലക്കാരായിട്ടുള്ളത്. അത് ആരോപിക്കാനുള്ള പ്രധാനമായി 2 കാരണങ്ങളാണുള്ളത്. എന്താണത്? ഉമർ റളിയല്ലാഹു അൻഹു മജൂസികളുടെ രാഷ്ട്രമായിട്ടുള്ള പേർഷ്യ കീഴടക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അവരെ വൈരാഗ്യമാണത്. അവരെ നാട് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്? അത് കീഴടക്കുന്നത്. രണ്ടാമതായിട്ട് ജൂതന്മാരെ ജസീറത്തുൽ അറബിൽ നിന്ന് നാട് കടത്തി. നമുക്കറിയാവുന്നതാണ്, ഈ ഷിയായിസത്തിന് വിത്തുപാകുന്നത് ആരാണ്? അബ്ദുള്ള ബിൻ സബ അൽ യഹൂദിയാണ്, ജൂതനായിട്ടുള്ള വ്യക്തിയാണ്. ഇങ്ങനെയുള്ള പല കാരണത്താലും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ശക്തമായ വെറുപ്പും വിദ്വേഷവും അവർക്കുണ്ടായിരുന്നു. അവര് ഗദീർ ഹും എന്ന് പറയുന്ന അവരുടെ ആഘോഷ ദിവസം, അതില് ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാരിണിയാണെന്ന് ആരോപിച്ചുകൊണ്ട് അവരെ ഒരു കറുത്ത പട്ടി എന്ത് ചെയ്തു, അവരെ എറിഞ്ഞു കൊല്ലുക എന്ന പ്രതീകമായിട്ട് ഒരു കറുത്ത പട്ടി കെട്ടിത്തൂക്കുകയും കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷിക്കുക എന്നുള്ള കള്ളുകുടിയനാണ്, അതിന്റെ ശിക്ഷയാണ് പ്രതീകമായിട്ട് ഒരു കറുത്ത പട്ടിയെ കെട്ടിയിട്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കുമായിരുന്നു. അത് ഇന്നും തുടർന്ന അവരുടെ രീതിയാണ്, അവരുടെ ഗദീർ ഹും എന്ന ആഘോഷ ദിവസങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഓരോ ചെറിയ വിഷയങ്ങൾ പോലും വലിയ ഗ്രന്ഥങ്ങളായി. ഉമർ റളിയല്ലാഹുവിന്റെ സംസാരത്തിലുള്ള ഭാഷാപരമായ അലങ്കാരം, ബലാഗത്തിനെ കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ യുദ്ധങ്ങളെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലയളവിൽ നടന്നിട്ടുള്ള വലിയ വിപത്തുകൾ നമ്മൾ പറഞ്ഞതാണ്, ആമുർ റമാദയും താഊനും. അത് അദ്ദേഹം എങ്ങനെയാണത് നിയന്ത്രിച്ചത്, അതിന്റെ സിയാസത്ത്, അതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് ഖുർആൻ യോജിച്ച് ഖുർആനിൽ ആയത്തിറങ്ങുക. 21ഓളം വിഷയങ്ങളിൽ അദ്ദേഹത്തെ യോജിച്ചുകൊണ്ട് ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണെന്ത്? ഹിജാബ്. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര് മറ്റുള്ളവരെല്ലാവരും കാണുന്നത് ഉമർ റളിയല്ലാഹു അൻഹു അതെനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഹിജാബ് വേണമെന്ന് പറഞ്ഞ സമയത്താണ് സൂറത്തു അഹ്സാബിലെ ഹിജാബിന്റെ ആയത്തിറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾ അവരുടെ പ്രായപൂർത്തിയായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ റൂമിലേക്ക് പോകുന്നതിന് നിയന്ത്രണം വേണം. അല്ലേ? തമയ്യുസ് എത്തിയിട്ടുള്ള കുട്ടികൾ, അത് ആദ്യമായിട്ട് അതിന് സംസാരിച്ചിട്ടുള്ളത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. അതിനോട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിൽ ആയത്തിറക്കി. ഇങ്ങനെ 21ഓളം വിഷയങ്ങൾ. അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ പിടികൂട്ടിയിട്ടുള്ള ബന്ദികൾ, അവരെ അടിമകളാക്കുകയും അവരെ കൊണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് എഴുത്തും വായനയും മറ്റു കാര്യങ്ങളും പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ദികളുടെ കാര്യം മാത്രമായിട്ട് പറയുന്നത് എന്നാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അതിന് ആ അഭിപ്രായത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ ആയത്തിറക്കി. ഇങ്ങനെ 21ഓളം വിഷയങ്ങൾ. സുയൂത്തിക്ക് ഈ വിഷയത്തിൽ കിതാബുണ്ട്, മറ്റ് ധാരാളം ഉലമാക്കൾക്ക് ഈ വിഷയത്തിൽ മാത്രമായി ഗ്രന്ഥങ്ങളുണ്ട്. മാത്രമല്ല
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അറിവിനെയും അദ്ദേഹത്തിന്റെ ഫത്വകളെയും സംബന്ധിച്ച് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്ന് പറയുന്നത് വളരെ വിശാലമായ ചരിത്രമാണ്. ഇന്നിപ്പോ എന്നോട് അരമണിക്കൂറാണ് സംസാരിക്കാൻ പറഞ്ഞത്. പക്ഷേ ആ അരമണിക്കൂർ സംസാരിക്കാൻ ഞാൻ വിചാരിച്ച കാര്യമാണ് ഇത്രയും നീണ്ടുപോയിട്ടുള്ളത്. വളരെ വിശദമായ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെത്. وهذا والله تعالى أعلم وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.